ഇതേ പുരുഷന്മാരെ മാർക്കറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ അവരിലൂടെ തന്നെയാണ് ഞങ്ങളുടെ സംഘടന നാളിതുവരെ ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെയും മമ്മൂക്കേനെയൊക്കെ അവരെ നന്നായിട്ട് വിറ്റിട്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഫണ്ട് ഉണ്ടാക്കണം, കൂടുതലായിട്ട് ഫണ്ട് ഉണ്ടാക്കി അവരെന്തൊക്കെയാണോ ചെയ്തത് അവരോടൊപ്പം എങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് ഞങ്ങളുടെ സംഘടനയെ പ്രാഥമികമായിട്ട് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം. ലക്ഷ്മിപ്രിയ അമ്മയുടെ പുതിയ വൈസ് പ്രസിഡന്റാണ്. ശ്രീമതി ലക്ഷ്മിപ്രിയ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു പുതിയ സ്ഥാനലബ്ധിയിൽ. ഈ പുതിയ ചുമതലയെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലെല്ലാം വനിതകൾ വന്നിരിക്കുന്നത്, അതായത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി പൊസിഷനിലെല്ലാം വനിതകൾ വന്നിരിക്കുന്ന ആദ്യത്തെ ഭരണസമിതിയാണ് അമ്മയെ സംബന്ധിച്ച്. ഇത് എത്രമാത്രം വെല്ലുവിളി ഉള്ളതാണ്? അങ്ങനെ വെല്ലുവിളി എന്നുള്ളതല്ല. അതായത് ഈ നേരത്തെ സംസാരിച്ച മാഡം പറഞ്ഞത് കേട്ടതുപോലെ എന്താ പറയുക, ഇത് ഒരു ആണാധിപത്യമുള്ള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ശരിയാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും മമ്മൂക്കേനെയും ലാലേട്ടനെയും സുരേഷ് ചേട്ടനെയും അതുപോലെയുള്ള പുരുഷന്മാരെ പിന്നെ മാർക്കറ്റ് ചെയ്തിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമാ വ്യവസായം ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടേത്. അതുപോലെ തന്നെ ഈ പുരുഷന്മാരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആണധികാരത്തിൻ്റെ എന്നൊന്നും ഞാൻ ഇതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾ മുൻപോട്ട് വന്നിട്ടുണ്ട്, മുൻപും അമ്മയിൽ വന്നിട്ടുണ്ട്. വന്ന് കുക്കു ചേച്ചി ഏകദേശം 12 വർഷത്തോളം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ കുക്കു ചേച്ചി. അതുപോലെ ശ്വേത ചേച്ചി 6 വർഷത്തോളം വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഈ വർഷമാണ് കൂടുതലായിട്ട് ഒരു എന്താ പറയുക, ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടൊരു സംഘടനയാണ് അമ്മ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഇല്ല. ഏകദേശം 18 വർഷമായിട്ട് ഞാൻ അമ്മയുടെ ലൈഫ് മെമ്പറാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അടക്കമുള്ള ആൾക്കാർ, സ്ത്രീകൾ മത്സരിക്കാൻ തയ്യാറായത് ഇപ്പോൾ മുതലാണ്, ഈ വർഷം മുതലാണ്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ അതിനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒന്ന്, അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പദവികളൊക്കെ കൈയാളുക എന്ന് പറയുന്നത് ഇലക്ഷനിൽ മത്സരത്തിൽ ജയിച്ചാൽ നമുക്ക് ഈ പദവികളിലൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ കലാകാരന്മാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തികളുടെയോ ഫണ്ടുകൾ കൊണ്ടല്ല നമ്മുടെ സംഘടന നിലനിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ പുരുഷന്മാരെ മാർക്കറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ അവരിലൂടെ തന്നെയാണ് ഞങ്ങളുടെ സംഘടന നാളിതുവരെ ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെയും മമ്മൂക്കേനെയൊക്കെ അവരെ നന്നായിട്ട് വിറ്റിട്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഫണ്ട് ഉണ്ടാക്കണം, കൂടുതലായിട്ട് ഫണ്ട് ഉണ്ടാക്കി അവരെന്തൊക്കെയാണോ ചെയ്തത് അവരോടൊപ്പം എങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് ഞങ്ങളുടെ സംഘടനയെ പ്രാഥമികമായിട്ട് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം. അതാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൂടാതെ സിനിമാ സംബന്ധമായിട്ട്, സ്ത്രീകളെ സംബന്ധമായിട്ട് പല കാര്യങ്ങളും കാലാകാലങ്ങളിൽ ഉയർന്നു വരാറുണ്ട് അല്ലേ? പല ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പം എന്താ പറയുക, അമ്മ നിർബന്ധമായും ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്ന പല ഘടകങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യാനും ഇതിനോടൊക്കെ മറുപടി പറയാനും തീർച്ചയായിട്ടും ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെന്താ പറയുക, സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, ഇതൊക്കെ ഞങ്ങളുടെ മുന്നിലുള്ള വലിയ ഉത്തരവാദിത്ത ബോധമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ ഘടകങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്താ പറയുക, അമ്മ എന്ന് പറയുന്ന സംഘടന നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട്, അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ കൈകാര്യം ചെയ്യാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ദേവേട്ടൻ അതൊക്കെ അമ്മ എന്ന് പറയുന്നത് തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഞങ്ങളുടേത്. അപ്പോൾ എന്താ പറയുക, കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് അമ്മ എന്ത് ചെയ്തു, അമ്മ എന്ന് പറയുന്നൊരു സംഘടനയെ കൊണ്ട് എന്താണ് പൊതുസമൂഹത്തിന് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 32 വർഷമായിട്ട് 31 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഘടന ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെന്റിന്
കൂടി ചേർന്നിട്ട് അമ്മ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഫ്ലഡ് വന്നപ്പോൾ ഞങ്ങൾ 5 കോടി രൂപ കേരള ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ച് പോവാൻ അല്ലെങ്കിൽ അവർ സ്ഥാനം ഒഴിയാൻ തന്നെ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള പരിസരമായിരുന്നു. അതിനു മുൻപ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും അതിൽ നടിക്കൊപ്പം നിന്നില്ല എന്നൊരു വലിയ പരാതി അമ്മയെക്കുറിച്ചുണ്ടായി. ഒരു പറ്റം നടിമാർ അതിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ ഒരു 5-6 വർഷം എടുത്താൽ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അമ്മ നേരിട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാണ് പുതിയ ഒരു ഭരണസമിതി, നിങ്ങളുടെ ഒരു ഭരണസമിതി വരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം അമ്മ നേരിട്ട ഏറ്റവും വലിയ ചോദ്യവും ഏറ്റവും വലിയ പ്രശ്നവും ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ അവിടെ സ്ത്രീയുടെ നീതിക്കൊപ്പം നിൽക്കുന്നില്ല ഈ സംഘടന എന്നുള്ളതായിരുന്നു. അതിലൊരു മാറ്റം ഇനിയുള്ള കാലത്ത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അതിനുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും വലിയ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം അലിഗേഷൻസോ അത്തരം പ്രശ്നങ്ങളോ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്ത്രീകളെ കൂടുതൽ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും, അതോടൊപ്പം എനിക്ക് തോന്നുന്നു സ്ത്രീകളാകുമ്പോൾ അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളോട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചിലപ്പോൾ അവർ തുറന്ന് പറഞ്ഞേക്കാം. അത്തരം തുറന്നു പറച്ചിലുകളൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് സ്ത്രീകളെ പിന്തുണയ്ക്കാനായിട്ട് സഹായകമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Yes.